പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിലിറങ്ങിയ പുലി പശുക്കുട്ടിയെ കൊന്നു. മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷം. ഭീതിയിൽ പാലപ്പിള്ളി നിവാസികൾ. ചേലക്കര തിരുവില്ലാമലയിൽ കാള വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കാളയെ പിടിച്ചുകെട്ടി. കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട കാർ ഫ്രൂട്ട്സ് കടയിലേക്ക് ഇടിച്ചുകയറി. 3 പേർക്ക് പരിക്ക്. തലൂരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച 4 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെ ടൈൽ വിരിച്ച ഭാഗത്തേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു. ലോക് അദാലത്തിന്റെ തീർപ്പ് പ്രകാരം നഗരസഭയും പോലീസുമാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. ഭീതിയിൽ പാലപ്പിള്ളി നിവാസികൾ. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപത്താണ് പുലി ഇറങ്ങിയത്. കൂനത്തിൽ ഹമീദിന്റെ പശുക്കുട്ടിയെയാണ് പുലി പിടികൂടിയത്. പുലർച്ചെയായിരുന്നു സംഭവം. പശുക്കളുടെ കൂട്ടത്തോടെയുള്ള ശബ്ദം കേട്ടെത്തിയ വീട്ടുകാരാണ് തോട്ടത്തിൽ പശുക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. തൊഴിലാളികളുടെ താമസ സ്ഥലത്തിന് സമീപത്ത് പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഏറെ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തെ തോടിന്റെ കരയിൽ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. 2 ദിവസം മുമ്പ് വേലുപ്പാടം പുലിക്കണ്ണിയിൽ റോഡിൽ കടുവയെ കണ്ടുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ വനപാലകരും മലയോര കർഷക സമിതി പ്രവർത്തകരും മേഖലയിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിനിടെയാണ് തോട്ടിൽ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഈ കാൽപ്പാടുകൾ പുലിയുടേതോ കടുവയുടേതോ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി കടുവയുടേതെന്ന് സംശയിക്കുന്ന ശബ്ദം തോട്ടത്തിൽ നിന്ന് കേട്ടതായി തൊഴിലാളികൾ പറഞ്ഞു. ഇതേ തുടർന്ന് വനപാലകരെ വിവരമറിയിച്ചിട്ടും അധികൃതർ എത്തിയില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. പുലർച്ചെ മുതൽ തോട്ടങ്ങളിൽ ടാപ്പിങ്ങിനെത്തുന്ന തൊഴിലാളികൾ ഭീതിയോടെയാണ് പണിക്കിറങ്ങുന്നത്. ജനവാസ മേഖലയിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം രൂക്ഷമായിട്ടും വനപാലകർ കാര്യക്ഷമമായി ഇടപെടാത്തത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കിയിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. ചേലക്കര തിരുവില്ലാമലയിൽ അലഞ്ഞുതിരിഞ്ഞു നടന്ന കാള വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പാമ്പാടി മൃഗാശുപത്രിയിലെ വെറ്റിനറി സർജൻ ഡോക്ടർ രാമു സ്ഥലത്തെത്തി മയക്ക് ഇഞ്ചക്ഷൻ നൽകി. പിന്നീട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ കാളയെ പിടിച്ചുകെട്ടി. മുറിവുകൾ പറ്റിയ കാളയ്ക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി. കാളയെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട കാർ ഫ്രൂട്ട്സ് കടയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്തുനിന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് കടയിലേക്ക് ഇടിച്ചു കയറിയത്. റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ചാണ് കാർ കടയിലേക്ക് ഇടിച്ചു കയറിയത്. കടകളിലേക്ക് സാധനങ്ങളുമായി എത്തിയ വാഹനങ്ങളിലാണ് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചത്. അപകടത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായും ഫ്രൂട്ട്സ് കട പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് കടയുടെ മുന്നിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. തലൂരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശി കാളൻ വീട്ടിൽ ജോസ്, മുണ്ടൂർ സ്വദേശികളായ കാർ യാത്രികർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ഓട്ടോയിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് 2 വാഹനങ്ങളും സമീപത്തെ പറമ്പിലേക്ക് ഇടിച്ചുകയറി. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെ ടൈൽ വിരിച്ച ഭാഗത്തേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു. പാലത്തിന് താഴെ ക്രിമിനലുകളും സാമൂഹ്യവിരുദ്ധരും തമ്പടിക്കുന്നുവെന്ന പരാതിയിൽ ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഫയലാക്കിയ ഹർജിയിൽ ലോക് അദാലത്തിന്റെ തീർപ്പ് പ്രകാരം നഗരസഭയും പോലീസുമാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളായ അജു M. ജോണി, ER. ഗോപിനാഥൻ, PV. ഗിരീഷ്, KB. ജയഘോഷ് എന്നിവരാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. 1 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത പാലത്തിന് താഴെ സൗന്ദര്യവൽക്കരണം നടത്താൻ തീരുമാനിച്ചിരുന്നു. തീരുമാനം നടപ്പിലാക്കാത്തതിനെ തുടർന്ന് പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധരും നാടോടികളും തമ്പടിക്കുകയായിരുന്നു. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നാടോടികൾ മാറിപ്പോയിട്ടില്ല. വർഷങ്ങളായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചെണ്ട നിർമ്മാണ നാടോടി സംഘം മണ്ഡല മകരവിളക്ക് സീസണിൽ ഗുരുവായൂരിൽ എത്താറുണ്ട്.
മണ്ഡലകാലം കഴിയുന്നതോടെ ഇവർ തിരിച്ചുപോകും. സീസൺ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നാടോടികളെ ഒഴിപ്പിക്കേണ്ട കാര്യമില്ലെന്നാണ് നഗരസഭയും പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. പാലത്തിന് താഴെക്കൂടെയുള്ള ഗതാഗത നിയന്ത്രണത്തിനുള്ള മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചു. ആഴ്ചയിൽ ഫോഗിംഗ് നടത്താനും 2 ആഴ്ച കൂടുമ്പോൾ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പാലത്തിനു താഴെ ലഘുഭക്ഷണശാലകൾ ആരംഭിക്കുന്നതിന് ടെൻഡർ നൽകും. ഇത് സംബന്ധിച്ച് അടുത്ത കൗൺസിൽ യോഗത്തിൽ തീരുമാനമാകും. TCV ന്യൂസ്, ഗുരുവായൂർ. അഴീക്കോട് മുനയ്ക്കൽ മുസ്രിസ് ബീച്ച് ഫെസ്റ്റിവലിന് തുടക്കമായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ET ടൈസൺ MLA, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അജിതൻ, MS മോഹനൻ, വിനീത മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ഘോഷയാത്രയും ഉണ്ടായിരുന്നു. ശ്രീനാരായണപുരം സവറുകളാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു വിപുലമായ ഒരു ചെണ്ടമേളം, പാണ്ഡിമേളമാണ് ഈ മുസറീസ് മുനയ്ക്കൽ ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർ ഈ ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. സാറിൻ്റെ അഭാവത്തിലാണ് ഇന്ന് ഈ ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരവസരം എനിക്ക് ലഭിച്ചത്. വളരെ സന്തോഷത്തോടു കൂടിയിട്ടും വളരെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മുസറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ടൂറിസം മാപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ബീച്ച് ഫെസ്റ്റിവൽ നമ്മൾ വർഷം തോറും നടത്തുന്നുണ്ടെങ്കിലും ഈ ഒരു ബീച്ച് ഫെസ്റ്റിവൽ നല്ല ഗംഭീരമായിട്ട് നടത്തുന്നതോട് കൂടിയിട്ട് വരുന്ന വർഷങ്ങളിലും ഇതുപോലെ നടത്തുമ്പോഴത്തേക്ക് കൂടുതലായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഇവിടെ വരുന്നതോട് കൂടിയിട്ട് കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ വളരെ ഒരു ഇമ്പോർട്ടൻസ് ആണ് മുസറീസിന് ലഭിക്കുന്നത്. അതെന്തായാലും വരും വർഷങ്ങളിലും അതിൽ പ്രതിഫലിക്കും. കോട്ടൂൽക്കുന്നിൽ 2 ഇടങ്ങളിലായി നടത്തുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം നടത്തി. കടവല്ലൂർ മുൻ പഞ്ചായത്ത് അംഗം ജമാൽ കോട്ടൂലിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിയമലംഘനം നടത്തിയാണ് ഇവിടെ മണ്ണെടുപ്പ് നടത്തുന്നത് എന്നും പല ഭാഗങ്ങളിലെയും ഗ്രാമീണ റോഡുകൾ വലിയ വാഹനങ്ങൾ പോകുന്നതിനെ തുടർന്ന് തകർന്നിരിക്കുകയാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. NK അലി, അബു പുത്തംകുളം, ശിവരാമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കനത്ത മഴയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രത്യേക വിഹിതം നൽകാൻ എളവള്ളി പഞ്ചായത്ത് യോഗം തീരുമാനിച്ചു. മഴയെ തുടർന്ന് വാഗ കുണ്ടുപാടം, കണിയാംതുരുത്ത്, കോക്കൂർപാടം, കാട്ടൂപ്പാടം, ബ്രാലായി എന്നീ പ്രദേശങ്ങളിൽ ഒരാഴ്ചയോളം നെൽച്ചെടികൾ പൂർണ്ണമായി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും കൃഷി ഓഫീസറും കൃഷിനാശം സംഭവിച്ച പ്രദേശങ്ങൾ സന്ദർശിച്ച് ഉഴവ് കൂലി ഇനത്തിൽ 1800 രൂപ കർഷകർക്ക് നൽകിയിരുന്നു. ഇതിനു പുറമെ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് 1200 രൂപ കൂടി അധികമായി നൽകാൻ കാർഷിക വികസന സമിതി യോഗത്തിൽ തീരുമാനമായി. ഇതോടെ നഷ്ടം സംഭവിച്ച കർഷകർക്ക് 3000 രൂപ ഉഴവു കൂലിയായി ലഭിക്കും. കൂടാതെ സൌജന്യമായി സ്യൂട്ടോമോണസ്, കീടനാശിനി എന്നിവയും കർഷകർക്ക് നൽകും. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, സെക്രട്ടറി തോമസ് രാജൻ, എളവള്ളി സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് KP രാജു, കൃഷി ഓഫീസർ CR രാജേഷ് എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ കർഷകർക്ക് കൊടുക്കുന്ന ഒരു ഏക്കറിന് 1800 രൂപയുള്ള ഉഴവ് കൂലി എന്ന നിലയ്ക്ക് അത് ഈ മുങ്ങിപ്പോയ കർഷകർക്ക് 1200 കൂടി കൂട്ടിച്ചേർത്ത് ഏക്കറയ്ക്ക് 3000 രൂപ കൊടുക്കാൻ വേണ്ടി എളവള്ളി ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തിരിക്കുന്നു. തലപ്പിള്ളി താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്ത് വടക്കാഞ്ചേരി ഫൊറോന പള്ളി ഹാളിൽ നടന്നു. റവന്യൂ മന്ത്രി K രാജൻ, മന്ത്രി Dr. R ബിന്ദു എന്നിവർ ചേർന്ന് 11 പട്ടയങ്ങൾ കൈമാറി. MLA-മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റലപ്പള്ളി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 449 പരാതികൾ പരിഗണിച്ചു. അദാലത്തിലെത്തിയ മുഴുവൻ പരാതികളിലും അടിയന്തര പരിഹാരം കാണുന്നതിനായി വകുപ്പുതല ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഭിന്നശേഷിക്കാരനായ യുവാവിന്റെ സ്വയം തൊഴിലിലൂടെ സ്വയം പര്യാപ്തത നേടാനുള്ള സ്വപ്നത്തിന് തലപ്പിള്ളി താലൂക്ക് തല കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ സാക്ഷാത്കാരം. തലപ്പിള്ളി താലൂക്കിലെ മുള്ളൂർക്കര വില്ലേജിലെ വലിയകത്ത് റസ്ലുദ്ദീൻ മകൻ മുഹമ്മദ് റിസ്വാന്റെ പ്രിന്റിംഗ് ആൻഡ് ഫോട്ടോ കോപ്പിയിംഗ് സെന്റർ തുടങ്ങാനുള്ള പരിശ്രമങ്ങളാണ് അദാലത്ത് വേദിയിൽ സഫലമായത്.
2017 ബിൽഡിംഗ് പെർമിറ്റ് ലഭിച്ച് 2023 പണി കഴിഞ്ഞ ഈ കെട്ടിടത്തിന് സാങ്കേതിക കാരണങ്ങളാൽ കെട്ടിട നമ്പർ ലഭിച്ചിരുന്നില്ല. തുടർന്ന് റിസ്വാന്റെ അമ്മ റഹീന റവന്യൂ മന്ത്രി കെ രാജനെ സമീപിച്ച് പരാതി സമർപ്പിച്ചു. തുടർന്ന് മന്ത്രി ഒരാഴ്ചയ്ക്കകം കെട്ടിടം നേരിട്ട് കണ്ട് കെട്ടിട നമ്പർ നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. ചിറ്റഞ്ഞൂരിൽ കുറുനരിയെ പേവിഷബാധയേറ്റെന്ന് സംശയിക്കുന്ന നിലയിൽ കണ്ടെത്തി. പൊതുകാനയിൽ വീട് കിടക്കുന്ന നിലയിലായിരുന്നു കുറുനരി. ഡിവൈഎഫ്ഐ പ്രവർത്തകർ എരുമപ്പെട്ടി വനം വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചു. കുറുനരി മറ്റ് മൃഗങ്ങളെ ആക്രമിച്ചിട്ടുണ്ടോ എന്നത് അധികൃതർ പരിശോധിച്ചു വരികയാണ്. ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. തീരദേശ മേഖലയിലെ റിസർവ് വനവൽക്കരണ നോട്ടിഫിക്കേഷൻ റദ്ദാക്കി പെരിങ്ങാട് പുഴയെ സംരക്ഷിക്കണമെന്ന് സിപിഎം മണലൂർ ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുരളി പെരുന്നലി, കെ വി അബ്ദുൽ ഖാദർ, ടി കെ വാസു എന്നിവരും 15 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 177 പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും. വേനൽക്കാലത്ത് ആദ്യമായി വെള്ളമെത്തിയ കുടപ്പുഴ ബ്രാഞ്ച് കനാലിൽ 100 കണക്കിന് മാലിന്യ അവശിഷ്ട പാക്കറ്റുകൾ കനാലിലൂടെ ഒഴുകി. കുട്ടികളുടെ ഡയപ്പർ മറ്റ് അവശിഷ്ടങ്ങളുമാണ് കനാലിലൂടെ ഒഴുകിയെത്തിയത്. മണിക്കൂറുകൾക്കകം വെള്ളത്തിന്റെ വരവ് നിലച്ചപ്പോൾ മാലിന്യം അടിഞ്ഞുകൂടുകയും ചെയ്തു. വേനലിൽ 4-5 തവണയാണ് കൂടപ്പുഴ ബ്രാഞ്ച് കനാലിൽ വെള്ളമെത്തുന്നത്. മൃഗങ്ങളുടെ ജഡത്തിന്റെ അവശിഷ്ടങ്ങളും കനാലിലൂടെ ഒഴുകി വരാറുണ്ട്. വെങ്കിടങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന രാപ്പകൽ പ്രതിഷേധ സമരം സമാപിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന മുരടിപ്പിനും ഏകാധിപത്യ നിലപാടുകൾക്കും എതിരെയായിരുന്നു രാപ്പകൽ പ്രതിഷേധ സമരം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി വി.ജി. അശോകൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വെങ്കിടങ്ങ് മണ്ഡലം പ്രസിഡന്റ് പി.പി. സ്റ്റീഫൻ അധ്യക്ഷനായിരുന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രേസി ജേക്കബ്, കോൺഗ്രസ് നേതാക്കളായ കെ ബാബു, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, സി.ജെ. സ്റ്റാൻലി, മഹേഷ് കാർത്തികേയൻ, കെ വിമല, മണികണ്ഠൻ മഞ്ചമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അവണിശ്ശേരി ഫെസ്റ്റ്, മുല്ലനേഴി സ്മാരക നാടകോത്സവം, വിളംബര ഘോഷയാത്രയും കൊടിയേറ്റവും നടന്നു. വള്ളിശ്ശേരി ശിവജി നഗറിൽ നിന്ന് ആരംഭിച്ച വിളംബര ഘോഷയാത്ര അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിശ്രീ നരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അവണിശ്ശേരി വികസന ജനകീയ സമിതി പ്രസിഡന്റ് പി.ജി. വേണുഗോപാൽ കൊടിയേറ്റം നിർവഹിച്ചു. ഞായറാഴ്ച വൈകിട്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവണിശ്ശേരി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. പുല്ലാങ്കുഴൽ വിദഗ്ധൻ മുരളി നാരായണൻ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച മുതൽ 31-ാം തീയതി വരെ എല്ലാ ദിവസവും വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 മണി വരെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. പ്രഥമ വേൾഡ് മെഡിറ്റേഷൻ ദിനാചരണത്തോടനുബന്ധിച്ച് വിയൂർ ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമിയിൽ മെഡിറ്റേഷൻ ദിനാചരണം സംഘടിപ്പിച്ചു. തൃശൂർ ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിലാണ് മെഡിറ്റേഷൻ പരിശീലനം നടത്തിയത്. മെഡിറ്റേഷൻ ദിനാചരണത്തിൽ അക്കാദമിയിൽ പരിശീലനത്തിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ട്രെയിനികൾ പങ്കെടുത്തു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അക്കാദമി ട്രെയിനിംഗ് വിഭാഗം സ്റ്റേഷൻ ഓഫീസർ കെ രാധാകൃഷ്ണൻ നേതൃത്വം നൽകി. KKLM ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്തോ കൊറിയൻ ആർട്ട് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വെതർ ക്യാമ്പിന് മാള ജിബി ഫാമിൽ തുടക്കമായി. ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരൂത്ത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമിക പ്രസിഡന്റ് പി.കെ. കിട്ടൻ അധ്യക്ഷനായി. ക്യാമ്പ് ഡയറക്ടർ ബിനോയ് വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി. കൊറിയയിലെ വൂമ ആർട്ട് ഗാലറി ഡയറക്ടർ മൂൺലി, ചിത്രകാരൻ യൂസഫ്, ചിത്രകാരി ബിന്ദി രാജഗോപാൽ, ചെന്നൈ കലാക്ഷേത്രയിലെ നർത്തകൻ ഹരിപത്മൻ, ജെറി മാത്യു എന്നിവർ സംസാരിച്ചു. ദക്ഷിണ കൊറിയയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും 10 വീതം ചിത്രകാരന്മാരാണ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നത്. 27 വരെ ക്യാമ്പ് തുടരും. നമ്മൾ പ്രകൃതിയിൽ നിന്നെടുക്കുന്ന കാര്യങ്ങളും അവർ ഗ്രാസ്പ് ചെയ്യുന്ന നമ്മൾ തമ്മിൽ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. എത്ര ടെക്നിക്സ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, പെയിൻറ് എങ്ങനെ യൂസ് ചെയ്യണം, ബ്രഷ് എങ്ങനെ യൂസ് ചെയ്യണം, പിന്നെ അവരെങ്ങനെ തിങ്ക് ചെയ്യണം, ഇങ്ങനത്തെ ഡിസ്കഷൻസൊക്കെ ഈ ക്യാമ്പിൽ നമ്മൾക്ക് ഉണ്ടാവും. ആർട്ടിൽ എങ്ങനെയൊക്കെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അവരുടെ കൺട്രിയിൽ എന്തൊക്കെ അവർ എവിടെ നിൽക്കുന്നു, കണ്ടംപററി ആർട്ട് ഫീൽഡിൽ അവരെവിടെ നിൽക്കുന്നു, നമ്മളെവിടെ നിൽക്കുന്നു, ഇങ്ങനെയുള്ള ഡിസ്കഷൻസൊക്കെ ആയിരിക്കും ഈ ക്യാമ്പിൽ നടക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നുമുള്ള ചിത്രകാരന്മാരായ അജയ് സമീർ, അഖിലേഷ്, അർച്ചന രാജഗുരു, ജോങ് യോൻ,
കിം ഓൺ, കൗൺലി കാൻഡി തുടങ്ങി നിരവധി ചിത്രകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. TCV ന്യൂസ്, മാള. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 26-ന് മെഗാ അലുമിനി മീറ്റ് സംഘടിപ്പിക്കും. 50 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. RBI റീജിയണൽ ഡയറക്ടർ തോമസ് മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കൽ, അനീഷ് ജോർജ് പൈനാടത്ത്, അഡ്വക്കേറ്റ് PP പീറ്റർ, അഡ്വക്കേറ്റ് PI മാത്യു, സജിൻ P ആന്റണി, അജു പുല്ലൻ എന്നിവർ പങ്കെടുത്തു. കേരള മുനിസിപ്പൽ കണ്ടീജന്റ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ നഗരസഭയിൽ അവകാശ ദിനാചരണവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടത്തി. ജില്ലാ സെക്രട്ടറി V ഗോപാലകൃഷ്ണൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷനർ MK മണി അധ്യക്ഷയായിരുന്നു. MK ദേവാനന്ദൻ, ജെയിംസ് ആളൂർ, KK ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ബഹുജന റാലിയോടെ CPM നാട്ടിക ഏരിയ സമ്മേളനത്തിന് സമാപനമായി. കയ്പമംഗലം 12-ൽ നിന്ന് ആരംഭിച്ച ചുവപ്പുസേന മാർച്ചിലും ബഹുജന പ്രകടനത്തിലും 100 കണക്കിന് പേർ അണിനിരന്നു. 3 പീടിക ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുസമ്മേളനം SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം PM അഹമ്മദ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൾ ഖാദർ, ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, KA വിശ്വംഭരൻ, KR സീത തുടങ്ങിയവർ സംസാരിച്ചു. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അനിഷ്ടം ജീവിക്കുന്ന ഇടങ്ങളിലെ ഭരണകൂടമായി ശേഷം USSR സ്ഥാപിച്ചതിനു ശേഷം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളാണ്. ഇംഗ്ലണ്ടിൽ എത്രയോ GHSS താന്യം സ്കൂളിൽ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സപ്തദിന സഹവാസ ക്യാമ്പ് നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം താന്യം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് അസീസ് കക്കാട്ടുതറ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സീന ജോസഫ്, PTA പ്രസിഡന്റ് മധുലാൽ, പ്രോഗ്രാം ഓഫീസർ ആൻഡോ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. കാരണം കുട്ടികളുടെ പരിപാടികൾ കാണാനായിട്ട് അമ്മമ്മമാരും അച്ചാച്ചന്മാരടക്കം എല്ലാവരും എത്തിച്ചേർന്നത് വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വളരെയേറെ വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ പൊതുവിദ്യാലയങ്ങൾക്ക് മാതൃകയായ കോടാലി GLP സ്കൂളിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ വർണ്ണവിസ്മയം ജനശ്രദ്ധേയമാകുന്നു. ഉദ്യാനതുല്യമായ വിദ്യാലയ അങ്കണം പൂർണ്ണമായും വർണ്ണവിളക്കുകളും നക്ഷത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചാണ് എസ്ട്രല്ല ഈവ് എന്ന പേരിൽ വിസ്മയ ലോകം തുറന്നിട്ടുള്ളത്. PTA-യുടെ നേതൃത്വത്തിലായിരുന്നു ഒരുക്കങ്ങൾ. ഒരു 3 ആഴ്ചയോളമുള്ള എല്ലാവരുടെയും നമ്മുടെ നാട്ടിലുള്ളവരുടെയും അതുപോലെ വിദ്യാലയ സൗഹൃദവേദി, കൂട്ടായ്മ, SMC, PTA, PTA നമ്മുടെ വിദ്യാലയത്തിനോടനുബന്ധിച്ച് നിൽക്കുന്ന എല്ലാവരുടെയും വളരെയധികം കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് നമുക്ക് ഇത്ര നന്നായിട്ട് ഈ എക്സ്ട്രല്ല ഈവ് എന്ന പരിപാടി വിജയിക്കാൻ സാധിച്ചത്. 35 അടിയിലേറെ ഉയരവും ചലിക്കുന്ന മുഖവുമുള്ള കൂറ്റൻ സാന്താക്ലോസ്, 2000 അടി വിസ്തൃതിയിൽ തീർത്ത പുൽക്കൂട്, ക്രിസ്മസ് ട്രീ, ഭീമൻ ഗുഹ, സെൽഫി പോയിന്റ് എന്നിവയെല്ലാം ഈ വിസ്മയ ലോകത്തുണ്ട്. സമ്മാനപ്പൊതികളുമായി സാന്താക്ലോസ് സഞ്ചരിക്കുന്ന വണ്ടിയും ഇവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. ചലിക്കുന്ന ഒട്ടകവും കാഴ്ചക്കാരെ ആകർഷിക്കുന്നു. കോടാലി സ്വദേശിയായ കലാകാരൻ PK നികേഷ് ആണ് കോടാലി സ്കൂളിലെ എസ്ട്രല്ല ഈവ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ വിദ്യാലയത്തിന് 1 മാസമായ പ്രവർത്തിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ക്രിസ്മസിന്റെ ആഘോഷം ഗംഭീരമാക്കാൻ നമുക്ക് കഴിഞ്ഞത്. PTA, MPTA, അധ്യാപകർ, കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, വിദ്യാലയ സൗഹൃദവേദി, നാട്ടുകാർ എന്നിവരടങ്ങിയ കൂട്ടായ്മയാണ് 1 മാസം നീണ്ട അധ്വാനത്തിലൂടെ ക്രിസ്മസ് പുതുവത്സര കാഴ്ച ഒരുക്കിയത്. TCV ന്യൂസ്, കൊടകര. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, CH സാദത്ത്, നൈജോ വാസുബ്രത്തുകാരൻ, ലിൻഡോ പള്ളിപ്പറമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ധൈര്യമുണ്ടോ എന്നെ വാങ്ങാൻ? ആ മാതിരി വിലക്കയറ്റം ഈ നാട്ടിനകത്തുണ്ടായിരിക്കുകയാണ്. 42% വിലക്കയറ്റം ഉണ്ടായി എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. അപ്പോൾ ഈ ഗവൺമെന്റ് അധികാരത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞ എന്താണ്? ഇനി വിലക്കയറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ്.
എന്നിട്ട് ഈ നാട്ടിനകത്ത് പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CS സിരിൻസൺ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക PV ഷൈനി, MPTA പ്രസിഡന്റ് പ്രജിത പ്രശാന്ത്, ബിനീഷ് കൃഷ്ണൻ, SRG കൺവീനർ ജീന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പാറേമ്പാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നവീകരിച്ച അൾത്താരയുടെ വെഞ്ചിരിപ്പ് ഞായറാഴ്ച നടക്കും. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കും. വികാരി ഫാദർ പോൾ അറയ്ക്കൽ സഹകാർമ്മികത്വം വഹിക്കും. ബണ്ട് തകർന്ന് കൃഷി നശിച്ച കാട്ടകാമ്പാൽ താമരവട്ടം കോൾപ്പടവിൽ കർഷകർ വീണ്ടും ഞാറ് നട്ടു. ഏക്കറിന് 5000 രൂപയ്ക്ക് ഞാറ് വാങ്ങിയാണ് കർഷകർ വീണ്ടും കൃഷിയിറക്കിയത്. ബണ്ട് തകർന്ന് കൃഷി നശിച്ച കർഷകർക്ക് സർക്കാർ സഹായമൊന്നും കിട്ടിയില്ലെന്ന് കോൾപ്പടവ് പ്രസിഡന്റ് തമ്പി, സെക്രട്ടറി തിലകൻ എന്നിവർ പറഞ്ഞു. സമീപത്തെ വാവേക്കർ കോൾപ്പടവിൽ നിന്ന് ഊറ്റുവെള്ളം ഒലിച്ചിറങ്ങുന്നത് കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട്. മോട്ടോർ അടിച്ച് വെള്ളം വറ്റിച്ചാണ് ഞാറുനടിയിൽ നടത്തുന്നത്. കഴിഞ്ഞ ഡിസംബർ 6-നാണ് ബണ്ട് തകർന്നത്. സമീപത്തെ വാവേക്കർ കോൾപ്പടവിന്റെ ബണ്ട് വരമ്പാണ് ആദ്യം തകർന്നത്. വെള്ളത്തിന്റെ ഒഴുക്ക് മൺചാക്കുകൾ നിരത്തി താൽക്കാലികമായി തടഞ്ഞാണ് കർഷകർ വീണ്ടും പമ്പ് ചെയ്ത് വെള്ളം വറ്റിച്ചത്. ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി രാജിവെച്ച് രാജ്യത്തോട് മാപ്പ് പറയുക, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്ത കള്ളക്കേസ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പെരിങ്ങോട്ടുകരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. KPCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, NS അയ്യൂബ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിലും ഇന്ത്യയിലും അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും നടത്തി മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തെക്കുറിച്ച്, മുന്നോട്ട് പോകുന്നതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സുഹൃത്തിനെ ഇരുമ്പ് കമ്പി കൊണ്ട് തലയിൽ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം തെന്മല ആനന്ദഭവനിൽ അർജുനനെയാണ് ഇൻസ്പെക്ടർ G അജയകുമാർ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ കൊറ്റോളി കുറ്റിയിൽ വീട്ടിൽ ഷെല്ലിയെയാണ് പ്രതി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഷെല്ലി തൃശൂർ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇരുവരും വീട്ടിൽ പിണങ്ങി ഗുരുവായൂരിലെത്തി കൂലിപ്പണിയെടുത്ത് കഴിയുകയാണ്. ഇന്നർ റിംഗ് റോഡിൽ ഇരുന്ന് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ വാക്കുതർക്കത്തിനൊടുവിലാണ് സംഘട്ടനം നടന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഗുരുവായൂരിൽ സ്വകാര്യ ലോഡ്ജിലെ കണക്കിൽ കൃത്രിമം കാണിച്ച് ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയിൽ ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേനടയിലെ സ്വകാര്യ ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റ് പാലയൂർ തുപ്പത്ത് വീട്ടിൽ സന്ദീപ് T ചന്ദ്രനെയാണ് ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ G അജയകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. വിവാഹങ്ങൾക്കും മുറികൾക്കും അഡ്വാൻസായി നൽകുന്ന തുക രശീതിയിൽ കൃത്രിമം കാണിച്ച് സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ലോഡ്ജ് ഉടമയുടെ പരാതിയിലായിരുന്നു അറസ്റ്റ്. പ്രതിയെ ജാമ്യത്തിൽ വിട്ടയച്ചു. വിവിധ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ പ്രതിയെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശി ജിഹ്റുൽ ഇസ്ലാമാണ് അറസ്റ്റിലായത്. മച്ചിങ്ങൽ ക്ഷേത്രത്തിൽ നിന്നും 2, ഇരവിമംഗലം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് 1, കൊട്ടേക്കാട്ട് പറമ്പിൽ കുടുംബക്ഷേത്രത്തിൽ നിന്ന് 2 വിളക്കുകളും പണവുമാണ് പ്രതി മോഷ്ടിച്ചത്. മലപ്പുറത്തു നിന്നാണ് പ്രതി പിടിയിലായത്. SHO TP ഫർഷാദ്, പ്രിൻസിപ്പൽ SI ജീസ് മാത്യു, SI ക്ലിന്റ്, CPOമാരായ അഭീഷ് ആന്റണി, ആൽബിൻ ജോയ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7090 രൂപ, പവന് 56720 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3194 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിലിറങ്ങിയ പുലി പശുക്കുട്ടിയെ കൊന്നു. മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷം. ഭീതിയിൽ പാലപ്പിള്ളി നിവാസികൾ. ചേലക്കര തിരുവില്ലാമലയിൽ കാള വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കാളയെ പിടിച്ചുകെട്ടി. കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട കാർ ഫ്രൂട്ട്സ് കടയിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്ക്. തലൂരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു.
ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെ ടൈൽ വിരിച്ച ഭാഗത്തേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു. ലോക് അദാലത്തിന്റെ തീർപ്പ് പ്രകാരം നഗരസഭയും പോലീസുമാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.